വാലിബനിലാണെങ്കിലും അതല്ല മൂൺ വാക്കിലാണെന്നുണ്ടെങ്കിലും ഒരു 80s 90s ഒക്കെ പോർട്രേ ചെയ്യുന്ന സമയത്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനു മുൻപുള്ള ടൈമിൽ ഫാന്റസി വേൾഡിൽ ആ ഒരു ടൈമിലൊക്കെയാണ് ആളെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വരുമ്പോഴത്തേക്കും അതിൽ അപ്പോൾ ഇങ്ങനെ ആ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് വരുമ്പോഴത്തേക്കും അതെങ്ങനെയാണ് അതിനെ എൻജോയ് ചെയ്യുന്നത്? ആ ഒരു എന്താ പറയുക, അവരിങ്ങനെ ഡയറക്ടേഴ്സ് ഇങ്ങനെ പല രീതിയിൽ നമ്മളെ ചൂസ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫീൽ അതൊക്കെ എങ്ങനെയാണ്? സന്തോഷം. എല്ലാ ക്യാരക്ടറും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് അവർ തരുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് അതും ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതും ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ എളുപ്പമായി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ക്രൂ അങ്ങനത്തെ ക്രൂ ആണ്, പിന്നെ അശ്വൻ്റെ വൈബ്, പിന്നെ ഡയറക്ടറിൻ്റെ ഒരു വൈബ്. അപ്പം ക്രൂ അങ്ങനത്തെ ടീം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരുന്നാലും എല്ലാവരും ആ ഒരു രീതിയിൽ നിന്നുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായി ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ തലവരയിലെ ക്യാരക്ടർ. മിന്നലല്ലേ? അതെ, മിന്നലാണോ? പിന്നെ മിന്നലൊക്കെ മാറി നിൽക്കുന്നു. ആതിരയുടെ ക്യാരക്ടർ കണ്ട സമയത്തെ നമ്മുടെ അയ്യപ്പനും കോശിയിലൊക്കെ ജെസ്സി അനന്യ ആ ക്യാരക്ടർ ചെയ്യുന്ന ആ ചേച്ചി, ആ ആക്ട്രസിനെ പോലെ ആക്ട്രസിൻ്റെ ഒരു മോഡുലേഷൻ അല്ലെങ്കിൽ ആക്ട്രസിൻ്റെ ഒരു ടൈപ്പ് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു ആക്ട്രസ് അതായിരുന്നു. ആതിരയുടെ ആക്ടിങ് കാണുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി, ആ ചേച്ചി പെട്ടെന്ന് ആ ചേച്ചിക്ക് ഒരു പ്രേമം വരുന്നു, ആ ചേച്ചി പോകുന്നു. അപ്പം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയണു ആ ചേച്ചി പോയിട്ടോ, ആ ചേച്ചി ചേട്ടനൊപ്പം പോയി നമ്മൾ പറയണു. പക്ഷെ അവർ അവിടെ ചെന്ന് ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവർ ഈ ഫാമിലിയിൽ നിന്ന് വിട്ടു പോകുമ്പോഴുള്ള കാര്യങ്ങൾ, ആ വീട്ടിൽ കയറി വരുന്ന സമയത്ത് ചില എക്സ്പ്രഷൻസ് ഒക്കെ അതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തത്. അതിലേക്ക് ക്യാരക്ടർ കേട്ട സമയത്ത് എങ്ങനെയാണ് ഇതെനിക്ക് പറ്റും എന്നൊരു മൊമെന്റ് അതിലേക്ക് എന്തായിരുന്നു? എന്നോട് അഖിലേട്ടൻ തന്നെയാണ് ഈ സ്റ്റോറി മൊത്തം പറഞ്ഞിരുന്നത്. ആദ്യം ഓഡിഷൻ പോകുന്ന സമയത്തൊക്കെ ആ ഫസ്റ്റ് ഒരു സീനുണ്ട് ദേഷ്യപ്പെടുന്നത്, ഒളിച്ചോടി പോയതിന് ശേഷമുള്ളത്. അപ്പോൾ അത് മാത്രമേ എന്നോട് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യിപ്പിക്കും, കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും, അത് കുറയ്ക്കും, അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് അഖിലേട്ടൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നീടുള്ള സീനുകളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഓഡിഷനിലാണ് എനിക്ക് പറഞ്ഞിട്ട് എടി ഇതാണ് നിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു. അപ്പം ഞാനാകെ അയ്യോ എന്ന് തോന്നി. പെട്ടെന്ന് കേട്ടപ്പോൾ സന്തോഷം തോന്നി. അതേ സമയം തന്നെ എനിക്ക് ഇത്രയും ഞാൻ വിചാരിച്ചില്ല, അങ്ങനെ സിസ്റ്ററാണ് ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് ഞാനും ഒന്ന് പതറി. അപ്പോൾ അഖിലേട്ടൻ പറഞ്ഞു, അതിൻ്റെ കൈയൊക്കെ ഇട്ടിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, എടി ഒരു കുഴപ്പമില്ല, നീ ഇത് ചെയ്യുന്ന എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, നീ അടിപൊളിയായിട്ട് നിന്നാൽ മതി, ഒരു കുഴപ്പമില്ല, ഇത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്കപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ഇത് കിട്ടിയത് ഇവിടുന്ന്. അപ്പോൾ അഖിലേട്ടൻ മേക്ക് ചെയ്ത ജ്യോതി എന്ന് പറയുന്ന ക്യാരക്ടർ എല്ലാം ഒന്ന് പറഞ്ഞു തരും. ഭയങ്കര ക്ഷമയാണ് ഈ മനുഷ്യന്. ഇപ്പോൾ ഞാൻ വീണ്ടും ചോദിക്കും, ചേട്ടാ എനിക്ക് മനസ്സിലായില്ല ചേട്ടാ, ഒന്നുകൂടി പറയുക ചോദിക്കുമ്പോൾ എടി വാ ഇരിക്കും. അപ്പോഴും അത്രയും വീണ്ടും വീണ്ടും പറഞ്ഞു തരാനുള്ള ഒരു ക്ഷമ, ആ ഒരു ടൈമിങ് അഖിലേട്ടൻ തന്നെയാണ് ആ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയത്. അഖിലേട്ടനാണ് എൻ്റെ എല്ലാം. അഖിലേട്ടൻ തന്നെയാണ്. അഖിലേട്ടൻ അപ്പോഴൊക്കെയാണ് ഈ ഒരു ഇത്. പിന്നെ ഒരു ഹോസ്പിറ്റൽ സീൻ ഉണ്ട്. അപ്പോൾ ഏട്ടൻ അങ്ങനെ പറഞ്ഞു, നീ ചെയ്തത് ഓക്കെയാണ്, പക്ഷെ നീ ഇങ്ങനെ പിടിച്ചു നോക്കുക, അപ്പോൾ ഒന്നും കൂടി നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അർജുനേട്ടൻ അത് ഓർമ്മ പോലും ഇല്ല, തോന്നുന്നു. എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഗംഭീര ആക്ട്രസ് ആണ്. അതന്നെ ഗംഭീരാണ്. എന്താ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കാനാണ്? തോന്നുന്നു.